മിണ്ടാന്ന് വെക്കണത്? നിങ്ങളൊരു അക്ഷരം മിണ്ടരുത്. അങ്ങനെ തന്തെ കണ്ടല്ലേ മോൻ പഠിക്കുള്ളൂ. 24 മണിക്കൂറും കൂടി. അപ്പൊ പിന്നെ മോൻ അതിന്റെ മേളിൽ പോണല്ലോ. ഇവിടെ എന്തിന്റെ കുറവാടോ നിനക്ക് ഉണ്ടായിരുന്നത്? പൊന്നുപോലല്ലേടെ ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരുന്നത്. കാരണന്മാരെ കണ്ടു പഠിക്കല്ലോ. എന്താ ഇന്ന് ആർക്കും കുടിയൊന്നും ഇല്ലേ? ഇവിടെ നേരത്തെ വെക്ക് വട്ടത്തില്. ഇതങ്ങോട്ട് ആഘോഷിക്ക്. അതും കൂടി കണ്ട് പഠിക്കട്ടെ അവൻ. മണ്ടു അത് പോനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓൻ ഒരു ഭാഗത്ത് കള്ളുടിച്ചിരിക്കുമ്പോ ഈ ഒരു ഭാഗത്ത് ടിവിയും കണ്ട് കുത്തിരിക്കേനി. മോന്റെ കാര്യം നോക്കാൻ നിങ്ങൾ മറന്നുപോയി. ഏതായാലും സംഭവിച്ചു. അതെ ഇത് നമ്മൾ കള്ളു കുടിക്കണമെന്ന് പറഞ്ഞാൽ നല്ല പ്രായത്തിൽ അധ്വാനിച്ച് എല്ലാം കഴിഞ്ഞ് ശിഷ്ടകാലം ഇച്ചിരി സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ചെറുതായിട്ടൊരു മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടിയാണ് ഞങ്ങളൊക്കെ എന്നിട്ട് ഈ ജാതി പരിപാടിക്ക് ഞങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങൾ അപ്പോഴും ന്യായീകരിച്ചോണ്ടിരുന്നു ഇങ്ങനെ. ഈ മോന്റെ പ്രായം കണ്ടില്ലേ? ഇങ്ങനെയുള്ളൊരു മോനുള്ളപ്പോൾ ഈ ഇങ്ങനെ തോന്നിയാസം നടക്കാൻ പാടില്ല. ഇപ്പം ഏതായാലും സംഭവിച്ചു മോനെ. ഇനിയെങ്കിലും നല്ല രീതിക്ക് നടക്കുക. നടന്ന അവന് കൊള്ളാം. ആ SI സാറിന്റെ കൈയും കാലും പിടിച്ചിട്ടാണ് അവനെ വിട്ടു തന്നത്. ചെക്കനെ വിട്ടൂലേ? വിട്ടിട്ട് എന്താ കാര്യം? എല്ലാരും കൂടി നിന്ന് ഉപദേശിക്കുക. ആദ്യം കയറൂരി വിട്ടിട്ട്. മോനെ ഉമ്മാരി ലഹരി സാധനങ്ങളൊക്കെ അകത്താക്കുമ്പോ ആ സമയത്തുള്ളൊരു സുഖമുള്ളൂ. പിന്നീട് അതൊക്കെ വലിയ കുലുമാനുള്ള സൂക്കേടായിട്ട് മാറും. ഈ സൂചി ഇങ്ങനെ മാറി മാറി കുത്തുമ്പോ എയ്ഡ്സ് രോഗം വരെ വരൂ. നീ സൂചി കുത്തിയോടാ? ഇല്ല ഞാൻ കുത്തിയില്ല. കുത്തിയോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല കുത്തിയില്ല. കുത്തിയില്ലെങ്കിൽ ഓന് നന്നായി. ആ ഒരു ജീപ്പ് അതാ പോണ്. ശ്യാമള മാഡത്തിന്റെ വീട്ടിലേക്കാണല്ലോ പോണത്. എന്താ പോലീസ് വണ്ടി ഇവിടെ? അപ്പുറത്തെ വീട്ടിൽ വന്നായിരിക്കും. അല്ല സാറേ, വീട് ഇതല്ല, ആ പയ്യന്റെ വീട് അതാണ്. അത് ഞങ്ങൾക്കറിയാം. ഇത് ഗിരീഷിന്റെ വീട് തന്നെ. അതെ. ഗിരീഷ് അല്ല എന്തിനാ സാറേ? സാറേ ഞങ്ങളുടെ മോനെ എന്താണെങ്കിലും പറഞ്ഞു. അതെ പറയാം. അല്ല എന്താ സാറേ? ഗിരീഷ് എന്ന് പറയുന്നത് നിങ്ങളുടെ മോനെ എന്താ ചെയ്യണപ്പോ? പഠിക്കാണ് അല്ലേ? എന്തിന്? അവൻ MSc കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കും. ആണോ? എവിടെ? A to Z ഇന്റർനാഷണൽ കോളേജ് ടൗണില്. A to Z കാര്യങ്ങൾ പഠിക്കാലോ. ഇന്നലെ മൊയ്ത് വന്നപ്പോൾ പറഞ്ഞില്ലേ SI സാറ് ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളും മാനോട് ചോദിച്ചോളാൻ. അതറിയാൻ വന്നതാവും. അയ്യോ സാർ അതിന് വന്നതാണോ? അല്ല മകനെ കണ്ട് സംസാരിക്കാം. അയ്യോ കേറിയിരിക്കാലോ സാർ. എന്താ ഇവിടെ നിൽക്കുന്നത്? കിട്ടിയോ? എന്താ നോട്ടെ? തൊണ്ടി മുതല ഇതെന്താ? അല്ല എന്താന്ന് നോക്കാം നമുക്ക്. മാതാപിതാക്കളും കൂടി കാണുന്നത് നല്ലതാണല്ലോ. കണ്ടോ? മറിമായം.